പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ബിയാങ്ക ബെലേർ, ജേഡ് കാർഗിൽ തുടങ്ങിയവരുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം ജേഡ് കാർഗിലിന് നിലവിൽ നേരിടേണ്ടി വന്ന വലിയ അപകടം, അതിനെ തുടർന്ന് ജേഡ് കാർഗിലിന് ഇഞ്ചുറി മൂലം മാറി നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇവരുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാവി എന്ത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നിലവിൽ റെസ്ലി വേർഡ്സ് അവരുടെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ പങ്കുവെക്കുന്ന ഒരു അഭിപ്രായത്തിൽ ജേഡ് കാർഗിൽ, ബിയാങ്ക ബെലേർ തുടങ്ങിയവരുടെ കൈവശത്ത് നിന്ന് ഈ ചാമ്പ്യൻഷിപ്പ് വിഡ്രോ ചെയ്യാനുള്ള പ്ലാൻ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അവർ പങ്കുവെക്കുന്നത്. അപ്പോൾ പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരെ സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജേഡ് കാർഗിലിൻ്റെ തിരിച്ചുവരവ് അത് റോയൽ റംബിളിന് ശേഷമായിരിക്കും നടക്കുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ജേഡ് കാർഗിലിന് യഥാർത്ഥ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറി കാണിച്ചു എന്നുണ്ടെങ്കിൽ പോലും താരത്തിന് യഥാർത്ഥ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ആ ഇഞ്ചുറി മാറിയിട്ട് മാത്രമേ ജേഡ് കാർഗിലിനെ ഇനി സ്റ്റോറി ലൈൻ്റെ ഭാഗമാക്കി തിരികെ കൊണ്ടുവരൂ എന്നുള്ളതും റെസ്ലി വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായി പുതിയ ടീമിനെ ഉടനെ നമുക്ക് മെയിൻ റോസ്റ്ററിൽ കാണാൻ സാധിച്ചേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് TNA റെസ്ലിംഗിൻ്റെ നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ദി ഹാർഡി ബോയ്സ് എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചാണ്. ജെഫ് ഹാർഡിയും മാറ്റ് ഹാർഡിയും TNA റെസ്ലിംഗുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു. ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കുന്നത് TNA റെസ്ലിംഗ് തന്നെയാണ്. ഇന്ന് രാവിലെ TNA റെസ്ലിംഗ് തന്നെയാണ് ഇവരുടെ ഒരു ഗ്രാഫിക് പുറത്തേക്ക് വിട്ടുകൊണ്ട് കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള കാരണവും മാറ്റ് ഹാർഡി അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലൂടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാറ്റ് ഹാർഡി പറയുന്നത് TNA റെസ്ലിംഗിൻ്റെ ഭാവിയിലേക്കുള്ള വിഷൻ, അവരുടെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. അവർ പോകുന്ന വഴി ശരിയാണ്, അതിൽ ഞങ്ങൾക്കും ഭാഗമാകാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷമേ ഉള്ളൂ. കൂടാതെ നിലവിൽ ലോക്കർ റൂമിലുള്ള മെൻസ് ആയാലും വുമൻസ് ആയാലും അവരുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റുമായി ഞങ്ങൾക്ക് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കിയില്ലെങ്കിൽ അത് ഞങ്ങൾക്കാണ് നഷ്ടം എന്നുള്ളതും ജെഫ് ഹാർഡിക്കും മാറ്റ് ഹാർഡിക്കും കൃത്യമായിട്ടുള്ളൊരു പരിഗണന TNA റെസ്ലിംഗ് നിലവിൽ നൽകുന്നുണ്ടെന്നും മാറ്റ് ഹാർഡി പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതിൽ അവർ തൃപ്തരാണെന്നാണ് ഹാർഡി ബോയ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മാറ്റ് ഹാർഡി പറയുന്നത്. അതുകൊണ്ട് TNA റെസ്ലിംഗുമായി ഇനി ഒരു വർഷമെങ്കിലും മിക്കവാറും ഹാർഡി ബോയ്സ് തുടർന്നു കൊണ്ടുപോകാനും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിഗണന, പുഷ് അവർക്ക് കിട്ടാനും സാധ്യതകൾ ഏറെയാണ്. TNA റെസ്ലിംഗിലേക്ക് ഹാർഡി ബോയ്സ് തിരികെ വന്നപ്പോൾ WWE ഒരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. TNA റെസ്ലിംഗ് ഭാഗമായിട്ട് തന്നെ WWE ഒരു അപ്പിയറൻസ് നടത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഹാർഡി ബോയ്സ് ഇതിന് മുൻപത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ റെസ്ലിംഗ് കരിയർ അവസാനിപ്പിക്കുന്നത് WWE റിങ്ങിൽ വെച്ചിട്ടായിരിക്കണം എന്നുള്ളത്. അത് കാണാൻ സാധിക്കുമെന്നുള്ള അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് അടുത്ത റോ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന ന്യൂ ഡേ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ 10ാമത്തെ വാർഷികം ആഘോഷിക്കപ്പെടാൻ പോകുന്ന സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. റെസ്ലി വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ റെസ്ലി വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ മുൻ WWE ചാമ്പ്യനായ ബിഗിയുടെ ഒരു റിട്ടേൺ നമുക്ക് റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓൾറെഡി റോ എപ്പിസോഡിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ബിഗി തിരിച്ചു വരാനുള്ള സാധ്യതകളാണ് നിലവിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന റൂമേഴ്സ് എന്നുള്ളത്. അത് ശരിവെക്കുന്ന രീതിയിലാണ് റെസ്ലി വേർഡ്സ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുന്നത്. കൂടാതെ മൾട്ടിപ്പിൾ ഐഡിയാസ് ബിഗിയുടെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വേണ്ടി ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബിഗിയുടെ തിരിച്ചുവരവ് ജസ്റ്റ് ഒരു അപ്പിയറൻസ് മാത്രമല്ല, മൾട്ടിപ്പിൾ ഐഡിയാസ്, അതായത് ഒന്നിലധികം സ്റ്റോറി ലൈനുകൾ ബിഗിയുടെ തിരിച്ചുവരവിന് പിറകിലൂടെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് അവർ ഓൺ സ്ക്രീനിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് റോ എപ്പിസോഡ് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ സാവിയർ വുഡ്സ്, കോഫി കിങ്സ്റ്റൺ തുടങ്ങിയവർക്കിടയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ന്യൂ ഡേ ടീമിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രൊമോ സെഗ്മെൻറ്റ് ബിഗിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഇമോഷണൽ ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരിക്കും ന്യൂ ഡേയുടെ 10ാം വാർഷികത്തിൽ ഈ 3 പേരും കൂടി നടത്താൻ പോകുന്നത്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എൻഡിങ്ങും ഈ ഒരു സെഗ്മെൻറ്റിനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ ബിഗിയുടെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗി തിരികെ വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം റിങ്ങിലേക്ക് കയറി മത്സരിക്കുമെന്നുള്ളൊരു അർത്ഥമില്ല. കാരണം കഴുത്തിന് പറ്റിയ ബിഗിയുടെ ഇഞ്ചുറി ഇതുവരെ മാറിയിട്ടില്ല. ഇഞ്ചുറി മാറിയതിനെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. 10ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ബിഗി
തിരികെ വരുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റിയൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റിയൻസിന്റെ റിട്ടയർമെന്റിനെ സംബന്ധിച്ച് റോമൻ റിയൻസ് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇക്കഴിഞ്ഞ ദിവസം സ്പോർട്സ് ഇലിസ്ട്രേറ്റഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നു. റിട്ടയർമെന്റ് പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് റോമൻ റിയൻസ് പറയുന്നത്, ഒരു ദിവസം താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് തൻ്റെ ശരീരം വളരെ വേദനയോടുകൂടി താൻ പുളയുകയാണ് എന്നുണ്ടെങ്കിൽ, തനിക്കിത് നിർത്താൻ തോന്നുകയാണെങ്കിൽ, തൻ്റെ മനസ്സ് പറയുകയാണെങ്കിൽ അന്ന് ഞാൻ ഇത് നിർത്തുമെന്നുള്ളതാണ് റോമൻ റിയൻസ് പറയുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള ഡേറ്റോ കൃത്യമായിട്ടുള്ള സമയമോ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലമോ റോമൻ റിയൻസ് പറയുന്നില്ല. തൻ്റെ ശരീരം എപ്പോൾ തന്നോട് ഇത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു അന്ന് താൻ ഇതിന് സ്റ്റോപ്പ് പറയുമെന്നുള്ളതാണ് റോമൻ റിയൻസ് പറയുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് അനുസരിച്ച് റോമൻ റിയൻസിൻ്റെ നേതൃത്വത്തിലുള്ള OG ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ സർവൈവർ സീരീസ് വാർ ഗെയിംസ് കഴിഞ്ഞാലും മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് ഒരു സംശയമുണ്ട്, വാർ ഗെയിംസിന് ശേഷവും OG ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി എങ്ങനെ അവർ കാണിക്കും, ഇവർ ഇങ്ങനെ മുന്നോട്ട് പോകുമോ എന്നുള്ളത്. കാരണം ജെ ഊസോ ഒരു സിംഗിൾ കരിയറിലൂടെ സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരു സമയമാണ്. സാമി ആണെങ്കിൽ സിംഗിൾ കരിയറിൽ നല്ല പുഷ് കിട്ടി നിൽക്കുന്നു. റോമൻ ആണെങ്കിൽ സിംഗിൾ കരിയറിൽ ഓൾറെഡി അദ്ദേഹം മെഗാസ്റ്റാറായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇൻഡിവിജ്വൽ കരിയറായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയത്ത് തന്നെയാണ് OG ബ്ലഡ് ലൈൻ റീയൂണിയൻ ചെയ്യിപ്പിച്ചുകൊണ്ട് സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള പുതിയ ബ്ലഡ് ലൈനെതിരെ സ്റ്റോറി ചെയ്യുന്നത്. അതൊരു വാർ ഗെയിംസിലേക്കും എത്തുന്നു. അപ്പോൾ വാർ ഗെയിംസ് കഴിഞ്ഞാലും OG ബ്ലഡ് ലൈൻ മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ അത് എത്ര കാലത്തോളം ആയിരിക്കും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം റസ്ലി വേർഡ്സ് റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട്. അതായത് 2025 നെറ്റ്ഫ്ലിക്സിലേക്ക് റോ എപ്പിസോഡ് മാറുമ്പോൾ ആ റോ എപ്പിസോഡിലെ മുഖ്യ ആകർഷണം ബ്ലഡ് ലൈൻ സ്റ്റോറി ആയിരിക്കുമെന്നും 2025 തുടക്കത്തിൽ കുറച്ചധികം എപ്പിസോഡുകളിൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ആയിരിക്കും അവർ കാണിക്കാൻ പോകുന്നത് എന്നും നെറ്റ്ഫ്ലിക്സ്, റോ തുടങ്ങിയവരെ സംബന്ധിച്ചും റസ്ലി വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം OG ബ്ലഡ് ലൈൻ സർവൈവർ സീരീസ് കഴിഞ്ഞതിന് ശേഷം പിരിയിക്കാൻ പോകുന്നില്ല, അവർ പിരിയില്ല, സ്റ്റോറി മുന്നോട്ടേക്ക് പോകും. റസൽമേനിയ 41 വരെയെങ്കിലും നമുക്ക് OG ബ്ലഡ് ലൈൻ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചേക്കാം. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ജോൺസിനെ സംബന്ധിച്ചാണ്. ജോൺസിന 2025 റിട്ടയർമെന്റ് പ്രഖ്യാപിക്കാൻ പോകുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മാക്സിമം ജോൺസിനയുടെ റിട്ടയർമെന്റ് ടൂർ നല്ല രീതിയിൽ നടത്തി കാണിക്കാനാണ് ഇപ്പോൾ WWE ശ്രമിക്കുന്നത്. 2025 എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവന്റിൽ ജോൺസിന അവസാന അപ്പിയറൻസ് നടത്താൻ പോകുന്നു എന്നുള്ളത് WWE ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ എലിമിനേഷൻ ചേംബർ നടക്കാൻ പോകുന്ന സ്ഥലത്തും ജോൺസണയുടെ WWE വേണ്ടിയിട്ടുള്ള അവസാന അപ്പിയറൻസ് ആയിരിക്കുമെന്നുള്ളതും ഇപ്പോൾ കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജോൺസനെ സംബന്ധിച്ച് ലേറ്റസ്റ്റായി നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു റൂമർ, ജോൺസന 2025 മെൻസ് റോയൽ റംബിൾ മത്സരത്തിലെ ഒരു വിജയിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഫേവറേറ്റ് ലിസ്റ്റിലെ 1ാം സ്ഥാനം ഇപ്പോൾ ജോൺസനെയാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബെറ്റിംഗ് സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് ആണ് പങ്കുവെക്കുന്നത്. അതിനർത്ഥം മെൻസ് റോയൽ റംബിളിൽ 2025 ജോൺസൺ വിജയിക്കാൻ പോകുന്നു എന്നല്ല, നിലവിലെ ലിസ്റ്റിൽ ജോൺസന 1ാം സ്ഥാനത്തേക്ക് നിൽക്കുന്നു. ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവന്റിന് ഇനിയും 2 മാസങ്ങൾ കൃത്യമായി ബാക്കിയുണ്ട്. ആ ഒരു ദിവസത്തിനോട് അടുത്തേക്ക് എത്തുമ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. പക്ഷേ ജോൺസനെ എന്തായാലും മത്സരത്തിൽ പങ്കെടുക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോൺസനയുടെ ആ ഒരു വിജയം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. റോമൻ റിയൻസ്, CM പങ്ക്, സെത്ത് റോളിൻസ്, റാൻഡി ഓർട്ടൻ തുടങ്ങിയവരുടെ ഒരു നീണ്ട ലിസ്റ്റും ഇപ്രാവശ്യത്തെ മെൻസ് റോയൽ റംബിളിൽ ബാക്കിയുണ്ട്. അപ്പോൾ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് റോയൽ റംബിളിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം. അത് നമുക്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ബെറ്റിംഗ് സൈറ്റുകളിൽ വരുന്ന റിസൾട്ടുകളിൽ വലിയ വ്യത്യാസം വരാറില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ടും കൂടി പങ്കുവച്ചത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.